everyone, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NCERT സിലബസ് ക്ലാസ് 7 സയൻസിന്റെ ചാപ്റ്റർ 4 ഹീറ്റ് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളതെന്ന് നോക്കാം. നമ്മൾ നല്ല തണുത്ത ഐസ്ക്രീം കഴിക്കാറില്ലേ? അതുപോലെ തന്നെ ചൂട് കോഫി കുടിക്കാറുണ്ടല്ലേ? അപ്പോൾ ഈ ചൂടും തണുപ്പൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ജസ്റ്റ് ടച്ച് ചെയ്താലും തന്നെ മനസ്സിലാകും അല്ലേ? ഐസ് ക്യൂബ് തൊട്ടിട്ടില്ലേ? ചൂടാണോ തണുപ്പാണോ? തണുപ്പാണല്ലേ? അതുപോലെ നല്ല ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്രൈയിങ് പാനിൽ പോയി തൊടാൻ പറ്റുമോ നമുക്ക്? നമ്മൾ തൊടുന്നതിന് മുന്നേ നമുക്കറിയാം അത് നല്ല ചൂടാണെന്നല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞത്? ടച്ച് ചെയ്ത് തിരിച്ചറിയാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വൂളൻ ക്ലോത്ത്സുകളെ പറ്റി പഠിച്ചു അല്ലേ? എപ്പോഴാണ് വൂളൻ ക്ലോത്ത്സ് ഇടുന്നത്? നല്ല വിൻ്റർ സീസണിൽ, നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മൾ വൂളൻ ക്ലോത്ത്സുകൾ ഇടുന്നത്. അപ്പം നല്ല ചൂടുള്ള സമയത്തോ നമ്മുടെ പ്ലാന്റ് ഫൈബറിൽ നിന്നൊക്കെ കിട്ടുന്ന കോട്ടണിൽ നിന്ന് കിട്ടുന്ന കോട്ടൺ ക്ലോത്ത്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൂടുള്ളപ്പോൾ നമ്മൾ കോട്ടൺ ക്ലോത്ത്സുകൾ ഇടുന്നു, തണുപ്പുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വൂളൻ ക്ലോത്ത്സുകളൊക്കെ ഇടുന്നു. അപ്പം നമുക്ക് ചൂട് എന്താണ്, തണുപ്പ് എന്താണെന്ന് അറിയാം അല്ലേ? നമ്മുടെ ടച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ ശരീരത്തെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചൂടാണോ തണുപ്പാണോ എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി പറയുകയാണ്. ഒരു 3 ബക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൈ മുക്കാൻ പറ്റുന്ന ഒരു പാത്രങ്ങൾ എടുക്കുക. അതിലൊന്നിൽ കൈ തൊടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കുറച്ച് ചൂടുവെള്ളം എടുക്കുക. പിന്നെ മറ്റേതിൽ നല്ല തണുത്ത വെള്ളം എടുക്കുക. മൂന്നാമത്തെ ബീക്കറിൽ അല്ലെങ്കിൽ ബക്കറ്റിൽ ഒരു സാധാ നോർമൽ വാട്ടർ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ വലത് കൈ ചൂടുവെള്ളത്തിലും ഇടത് കൈ തണുത്ത വെള്ളത്തിലും ഇടുക. കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഈ 2 കൈയും നമ്മൾ എങ്ങോട്ട് വെക്കണം? നോർമൽ വാട്ടറിൽ ടിപ്പ് ചെയ്യണം. അപ്പോൾ ഏത് കൈക്കാണ് നമുക്ക് ചൂട് തോന്നുന്നത്, ഏത് കൈക്കാണ് നമുക്ക് തണുപ്പ് തോന്നുന്നത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ഏത് കൈയാണോ ചൂടുവെള്ളത്തിലിട്ടത് ആ കൈ ഓൾറെഡി അങ്ങ് ചൂടായി അല്ലേ? അപ്പം നമ്മളത് നോർമൽ വാട്ടറിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളം എങ്ങനെയായിട്ട് തോന്നും? ഇച്ചിരി തണുത്തതായിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയത് ആ കൈ നമ്മൾ നോർമൽ വാട്ടറിൽ ഇടുമ്പോൾ നമ്മുടെ കൈ ഓൾറെഡി തണുത്ത വെള്ളത്തിൽ മുക്കി തണുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത് നോർമൽ വാട്ടറിൽ ഇടുമ്പോൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ചെറിയ ചൂടായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ഈ തൊട്ട് നോക്കി ചൂടാണോ തണുപ്പാണോ എന്ന് കണ്ടുപിടിക്കുന്നത് അത്ര ആക്യുറേറ്റ് അല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എത്രമാത്രം ഹോട്ടാണ്, എത്രമാത്രം കോൾഡ് ആണെന്ന് ഒരു ടച്ചിലൂടെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ അതിനെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിപ്പം ഒരു നീളമൊക്കെ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്കെയിലൊക്കെ യൂസ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ നമുക്കൊരു ലിക്വിഡ് എത്രയുണ്ടെന്ന് അറിയാൻ നമ്മളൊരു മെഷറിംഗ് സിലിണ്ടർ, ഒരു മെഷറിംഗ് ജാറൊക്കെ യൂസ് ചെയ്യും. അതുപോലെ നമുക്കറിയണം എത്രമാത്രം ഹോട്ടാണ്, എത്രമാത്രം കോൾഡ് ആണ് എന്നൊക്കെ അറിയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമുക്കൊരു ഡിവൈസ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഡിവൈസ് എന്തിനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു റിലയബിൾ മെഷർ ഓഫ് ഹോട്ട്നെസ്. ആ റിലയബിൾ മെഷർ ഓഫ് ഹോട്ട്നെസ്സിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എന്താണ്? A reliable measure of the hotness of an object is called temperature. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ആണ്, ഇനി ആ ഒരു ഡിവൈസിന്റെ പേര് നോക്കാം. ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ എ ഡിവൈസ് ഈസ് കോൾഡ് തെർമോമീറ്റർ. അപ്പൊ 2 പോയിന്റ് ആയി. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസിന്റെ പേര്. എ റിലയബിൾ മെഷർ ഓഫ് ദ ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ എ ഡിവൈസ് ഈസ് കോൾഡ് തെർമോമീറ്റർ. ഇനി നമുക്ക് തെർമോമീറ്റർ എങ്ങനെയാണെന്ന് പഠിക്കാം. തെർമോമീറ്റർ കാണാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല അല്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ കൊറോണ ടൈമിൽ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും, ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയാലും അല്ലെങ്കിൽ ഒരു കടയിൽ പോയാലും ഫസ്റ്റ് നമ്മൾ അവിടെ കയറുന്നതിന് മുന്നേ അവിടുത്തെ സെക്യൂരിറ്റി നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. അതൊരു ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയുടെ ഈ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെർമോമീറ്ററിനെയാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. എന്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ? പല ടൈപ്പിലുള്ള തെർമോമീറ്റർ ഉണ്ട്. നമുക്ക് ആദ്യം ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണെന്ന് പഠിക്കാം.
ഓക്കെ, അപ്പോൾ പനി വന്ന് നമ്മൾ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് അവർ നോക്കും. എന്നാലല്ലേ നമുക്ക് പനി എത്ര ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഒരു തെർമോമീറ്റർ ആണ്, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ ടൈപ്പിലുള്ള ഒരു തെർമോമീറ്റർ. ഇതിനാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ? തെർമോമീറ്റർ that measures our body temperature is called a clinical thermometer. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്ന ആ ഒരു തെർമോമീറ്ററിനെയാണ്, ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ഹ്യൂമന്റെ ബോഡി ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെ നോക്കാം. ഈ തെർമോമീറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതിനൊരു ലോങ് നാരോ ഒരു യൂണിഫോം ഗ്ലാസ് ട്യൂബാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഇതിന്റെ ഈ അറ്റത്തായിട്ട് ഒരു ബൾബ് കാണപ്പെടുന്നുണ്ട് അല്ലെ, ഒരു സിൽവർ പോലത്തെ കളറാണ് അല്ലെ ബൾബിന്. ഈ ബൾബിനകത്ത് എന്തുണ്ടെന്ന് അറിയാവോ? മെർക്കുറി ഉണ്ട്. ഈ മെർക്കുറിയുടെ അളവ്, മെർക്കുറി മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പിന്നെന്താണ് ഇതിനകത്തുള്ളത്? ഈ നാരോ ട്യൂബിനകത്ത് ഒരു സ്കെയിൽ കാണുന്നുണ്ട്, കണ്ടോ? 36, 37 അങ്ങനെയുള്ള ഒരു സ്കെയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ മറ്റൊരു സ്കെയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സ്കെയിലാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. മുകളിലുള്ള ആ 37 ആ ഒരു സ്കെയിലിനെ പറയുന്ന പേരാണ് സെൽഷ്യസ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ആ സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 94 to 108 ഡിഗ്രീസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ ഏർലിയർ. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിന്റെ റേഞ്ച് എന്താണ്? അത് ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ റീഡ്സ് ടെമ്പറേച്ചർ ഫ്രം 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യന് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ തെർമോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്ററിനെ കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം? ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ക്ലിനിക്കൽ തെർമോമീറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് എ ലോങ് നാരോ യൂണിഫോം ഗ്ലാസ് ട്യൂബ് ആൻഡ് ഇറ്റ് ഹാസ് എ ബൾബ് അറ്റ് വൺ എൻഡ്. എന്നിട്ട് ആ ബൾബിൽ എന്തുണ്ട്? ആ ബൾബ് കണ്ടെയ്ൻ മെർക്കുറി. ഇത്രയും കാര്യം എഴുതിയിട്ട് ഇതും എഴുതണം. അതിന്റെ റേഞ്ച് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആ റേഞ്ചിലുള്ള ടെമ്പറേച്ചർ, അതിന്റെ കുറച്ച് എബോ അല്ലെങ്കിൽ ബിലോ ആണ് നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റേഞ്ചിൽ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു തെർമോമീറ്റർ കൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ കുറച്ച് പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം. തെർമോമീറ്റർ ഷുഡ് ബി വാഷ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്, പ്രിഫറബിളി വിത്ത് ആൻ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ. ഈ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് വാഷ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? ensure that before use the mercury level is below 35 degree Celsius. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നമ്മൾ നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെ ചെല്ലുമ്പം ഈ ഒരു ലിക്വിഡിലായിരിക്കും ഈ ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വായിലേക്ക് വെക്കുന്നത് അല്ലെ, നാവിൻ്റെ അടിയിലേക്ക് വെക്കുന്നത്. എന്തിനാണ് ഷെയ്ക്ക് ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ മെർക്കുറിയുടെ ലെവൽ എപ്പോഴും 35 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെ തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് റീഡിങ്, ഈ മെർക്കുറി നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഈ മെർക്കുറി മൂവ് ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ മെർക്കുറി മൂവ് ചെയ്താണ് എത്ര ഡിഗ്രി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ 37ന്റെ മുകളിൽ പോയാൽ നമുക്ക് പനിയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് ആ മെർക്കുറിയുടെ ലെവല് എപ്പോഴും 35 ഡിഗ്രി സെൽഷ്യസിൽ താഴെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഒന്ന് ചെറുതായിട്ട് ഷേക്ക് ചെയ്യുന്നത്. അടുത്ത എന്താണ്? റീഡ് ദ തെർമോമീറ്റർ കീപ്പിംഗ് ദ ലെവൽ ഓഫ് മെർക്കുറി അലോങ് ദ ലൈൻ ഓഫ് സൈറ്റ്. എപ്പോഴും നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാം, ആ ടെമ്പറേച്ചർ നോക്കിയിട്ട് നമ്മുടെ കണ്ണിന്റെ നേരെ തന്നെ വെച്ച് വേണം നമ്മൾ അതിന്റെ റീഡിങ് നോക്കാൻ. അടുത്തത് എന്താണ്? ഹാൻഡിൽ വിത്ത്
handle the thermometer with care. If it hits against some hard object, it can break. അപ്പോൾ ഇത് നന്നായിട്ട് കെയർ ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം ഇതിൽ ഒന്നാമത് മെർക്കുറി ഉണ്ട്. ഇത് താഴെ വീണ് പൊട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയറോടെ വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അടുത്ത എന്താണ്? ഡോണ്ട് ഹോൾഡ് ദ തെർമോമീറ്റർ ബൈ ദ ബൾബ് വൈൽ റീഡിങ് ഇറ്റ്. നമ്മൾ ഒരിക്കലും അതിൻ്റെ ബൾബിൽ പിടിക്കരുത്. ഓക്കെ, അത് നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ ഒരിക്കലും ബൾബിൽ പിടിക്കരുത്. ഇനി ഇതിൻ്റെ ഒരു പ്രധാന ഈ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ മെർക്കുറിയുടെ ഈ ബൾബിൻ്റെ ഇവിടെ ഒരു കിങ്ക് കാണപ്പെടുന്നുണ്ട്. ഒരു ചെറിയത ഇങ്ങനെയുള്ള ഒരു ചെറിയ കിങ്ക് കാണപ്പെടുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ ഈ മെർക്കുറി നമ്മുടെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ? ഇതുവഴി കൂടെ ഒരു ലൈൻ പോകുന്നുണ്ടോ? ഈ മൂവ് ചെയ്യുന്നുണ്ടോ? ഈ മൂവ് ചെയ്തിട്ട് നമ്മളത് എടുക്കുമ്പോൾ ഈ മെർക്കുറി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ താഴെ വരാതെ അതിൻ്റെ ആ റീഡിങ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു കിങ്ക് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റീഡിങ് നോക്കാം. നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണ്. ഒരു സ്കെയിലിൽ നമുക്കറിയാം, ഒരു സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുത്താൽ ഇപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ നടുക്ക് ഒരു 10 കുഞ്ഞി വരകൾ കാണപ്പെടുന്നു അല്ലേ? അപ്പോൾ നമ്മളത് എന്താണ്? 0.1, 0.2 എന്നൊക്കെയല്ലേ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഓരോ മാർക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ തെർമോമീറ്റർ, ഇതാണ് തെർമോമീറ്റർ, അതിൻ്റെ ഓരോ ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയ്ക്ക് 5 വരകൾ കാണപ്പെടുന്നുണ്ട്. എത്രയാണ്? 5 വരകൾ കാണപ്പെടുന്നുണ്ട്. ഈ 5 വരകൾ, അപ്പോൾ ഒരു വര, ആ ഒരു സ്മോൾ ഡിവിഷൻ എന്താണ്? 1/5.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, അതാണ് പറഞ്ഞത്. സപ്പോസ് ദ ബിഗ്ഗർ മാർക്സ് റീഡ് 1 ഡിഗ്രി ആൻഡ് there are 5 divisions between them, then one small division can read 1/5.2 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തിന് പഠിക്കാനുള്ളത്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ പഠിക്കാനുള്ളത്. ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചറിലെ പോലെ തന്നെ കണ്ണിൻ്റെ നേരെ വെച്ച് വേണം നമ്മൾ ഈ തെർമോമീറ്ററിൻ്റെ റീഡിങ് നോക്കാൻ വേണ്ടി. ഇനി എപ്പോഴും എല്ലാവരുടെയും കൃത്യം 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ബോഡി ടെമ്പറേച്ചർ. ഇവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട്. ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. നോട്ട് ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ഇറ്റ്സ് യൂണിറ്റ്. നമ്മൾ യൂണിറ്റ് വെച്ച് തന്നെ പറയണം കേട്ടോ. വെറും 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലല്ലോ. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമ്മൾ നീളം പറയുമ്പോൾ എന്താണ്? സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയില്ലേ? അല്ലാതെ വെറുതെ 100 നീളമുണ്ട് എന്ന് പറയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. ഓക്കെ, അപ്പം ഞാൻ എന്താണ് പറഞ്ഞത്? എല്ലാവരുടെയും ഈസ് ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് എവറി പേഴ്സൺ ഈസ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ല. ചിലപ്പോൾ സ്ലൈറ്റ്ലി അത് ഹയർ ആവാം, ചിലപ്പോൾ സ്ലൈറ്റ്ലി ലോവർ ആകാം. അതുകൊണ്ട് ഇതിന് നമ്മൾ ഈ 37 ഡിഗ്രി സെൽഷ്യസ് ഒരു ആവറേജ് ടെമ്പറേച്ചർ ആണെന്ന് വേണം പറയാം. ഓക്കെ, ദ ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് ഡിസൈൻ ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഓൺലി. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ ഓൺലി യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഹ്യൂമൻ്റെ ടെമ്പറേച്ചർ മാത്രം നോക്കാൻ വേണ്ടിയാണ്. ദ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി നോർമലി ഡസ് നോട്ട് ഗോ ബിലോ 35 ഡിഗ്രി സെൽഷ്യസ് ഓർ എബോവ് 42 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഹ്യൂമൻ്റെ ബോഡി ടെമ്പറേച്ചർ ഒരിക്കലും 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയോ 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോ പോകില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ തെർമോമീറ്ററിന്റെ റേഞ്ച് എവിടം വരെ കാണിക്കുന്നത്? 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. ഇത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് തെർമോമീറ്റർ ഈ റേഞ്ചിൽ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയോ 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോ പോകില്ല. അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒരു ചെറിയ കോളത്തിൽ പറയുന്നുണ്ട്, ഡു നോട്ട് യൂസ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ ഫോർ മെഷറിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് എനി ഒബ്ജക്റ്റ് അതർ ദാൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡി അല്ലാത്ത ഒന്നും തന്നെ ഈ തെർമോമീറ്റർ വെച്ച് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ തെർമോമീറ്റർ സണ്ണിൻ്റെ നിയർ ഫ്ലെയിമിൻ്റെ അടുത്തോ സണ്ണിൻ്റെ അവിടെ ഡയറക്റ്റ് ആയിട്ടോ വെക്കാൻ പാടില്ല. എന്താണ്? ഇറ്റ് മേ ബ്രേക്ക്. അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തെർമോമീറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്, ലബോറട്ടറി തെർമോമീറ്റർ. ദാ ഈ കാണുന്ന പിക്ചർ കണ്ടോ, ഇതാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോഡി ടെമ്പറേച്ചർ, അപ്പോൾ നമ്മളൊരു ബോഡി ടെമ്പറേച്ചർ നോക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ എടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോട്ട് വാട്ടർ അത് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് നോക്കണം, അല്ലെങ്കിൽ ഹോട്ട് മിൽക്ക് അതിന് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഈ ബോഡി ടെമ്പറേച്ചർ അല്ലാത്ത മറ്റു ഒബ്ജക്ട്സിന്റെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തെർമോമീറ്ററിന് പറയുന്ന പേരാണ് ലബോറട്ടറി തെർമോമീറ്റർ. ഓക്കെ, ലബോറട്ടറി തെർമോമീറ്റർ. ഇതും നമ്മുടെ തെർമോമീറ്റർ പോലെ തന്നെ ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇതിനറ്റത്ത് ഒരു ബൾബ് ഉണ്ട്, ആ ബൾബിനകത്ത് മെർക്കുറി ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തത് എന്താണ്, ഒരു കിങ്ക് ഇല്ല. എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കിങ്ക് ഉണ്ട്, കാരണം അത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മെർക്കുറി താഴെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള കിങ്ക് ഉണ്ടെന്ന്. അപ്പൊ ഇതിനകത്ത് അത് ഇല്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഈ തെർമോമീറ്റർ നമ്മൾ ഇപ്പൊ ഒരു വാട്ടർ ബീക്കറിൽ ഒരു ഹോട്ട് വാട്ടർ എടുത്തു, ഹോട്ട് വാട്ടറിൽ ഇത് ഡിപ്പ് ചെയ്തു. എപ്പോഴും ഓർക്കണം, ഇത് മുങ്ങി നിൽക്കണം. ആ ബൾബ് എപ്പോഴും ആ വാട്ടറിൽ, അല്ലെങ്കിൽ ഏത് ലിക്വിഡാണോ എടുക്കുന്നത് ആ ലിക്വിഡിൽ മുങ്ങി നിൽക്കണം. എന്നാൽ ഒരിക്കലും അതിന്റെ ബേസിൽ അത് മുട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ തെർമോമീറ്റർ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ റീഡിങ് നോക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി എടുത്ത് നോക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ മെർക്കുറി അവിടെ കിങ്ക് ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് താഴോട്ട് അങ്ങ് പോകും. അപ്പൊ നമുക്ക് ആ റീഡിങ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും? ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏത് ബീക്കറിലാണ്, ഇപ്പോൾ എന്തിലാണോ ഇരിക്കുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ ഇത് എടുക്കാതെ തന്നെ നമ്മൾ ഇതിന്റെ റീഡിങ് നോക്കണം. ഓക്കെ, മനസ്സിലായോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ആർ യൂസ്ഡ് ഡിഫറെന്റ് പർപ്പസ്. ഡിഫറെന്റ് ടൈപ്പ് ഉള്ള തെർമോമീറ്റർ ഡിഫറെന്റ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മാക്സിമം ആൻഡ് മിനിമം മിനിമം തെർമോമീറ്റർ. എന്താണ് മാക്സിമം മിനിമം തെർമോമീറ്റർ? ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ പ്രീവിയസ് ഡേ റിപ്പോർട്ടഡ് ഇൻ ദ വെദർ റിപ്പോർട്ട്സ് ആർ മെഷേർഡ് ബൈ എ തെർമോമീറ്റർ ഇസ് കോൾഡ് മാക്സിമം മിനിമം തെർമോമീറ്റർ. നമ്മുടെ വെദറിന്റെ നോക്കാനും ഡെയിലി ടെമ്പറേച്ചർ നോക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു തെർമോമീറ്റർ ആണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പിന്നെ ലബോറട്ടറി തെർമോമീറ്ററിലോട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ റേഞ്ച് ആണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനൊരു നാരോ ട്യൂബ് തന്നെയാണ്. ഓക്കെ, ഇനി അതിന്റെ റേഞ്ച്, ദ റേഞ്ച് ഓഫ് എ ലബോറട്ടറി തെർമോമീറ്റർ ഈസ് ജനറലി ഫ്രം -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ്. അപ്പം -10 തൊട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന്റെ റേഞ്ച് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് നോക്കാം. ഇൻ അഡീഷൻ ടു ദ പ്രിക്കോഷൻ ടു ബി ടേക്കൺ വൈൽ റീഡിംഗ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ, ദ ലബോറട്ടറി തെർമോമീറ്റർ ഷുഡ് ബി കെപ്റ്റ് അപ്രൈറ്റ്, നോട്ട് ടിൽറ്റഡ്. ഇങ്ങനെ തന്നെ വെക്കണം. നമ്മൾ ലബോറട്ടറി തെർമോമീറ്റർ ക്ലിനിക്കൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെ നാവിൻ്റെ അടിയിലല്ലേ വെച്ചത്, ഇങ്ങനെ ചരിച്ചായിട്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, കറക്റ്റ് ഇങ്ങനെ തന്നെ വെക്കണം, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. Bulb should be surrounded from all sides by the substances of which the temperature is to be measured. The bulb should not touch the surface of the container. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ബൾബ് ഒരിക്കലും ഈ കണ്ടെയ്നറിൽ മുട്ടരുത്, എന്നാൽ ഇത് ഇങ്ങനെ ആ ചുറ്റുമുള്ള സബ്സ്റ്റൻസസിൽ മുങ്ങി തന്നെ നിൽക്കണം. ഓക്കെ, ഇനി എന്നിട്ട് ഇവിടെ വെച്ച് തന്നെ നമ്മൾ റീഡിങ് നോക്കണം, ഒരിക്കലും എടുത്ത് നോക്കരുത്. നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കാൻ യൂസ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ടു യൂസ് ദ ലബോറട്ടറി തെർമോമീറ്റർ ഫോർ ദിസ് പർപ്പസ്. നമുക്കറിയാം അല്ലേ, ഇത് മെർക്കുറി എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ തന്നെ അത് നമ്മൾ റീഡിങ് നോക്കാൻ എടുക്കുമ്പോൾ തന്നെ ആ മെർക്കുറി ഒരു ലബോറട്ടറി തെർമോമീറ്ററിൽ താഴോട്ടങ്ങ് വരും. കാരണം എന്താണ്, ആ ലബോറട്ടറി തെർമോമീറ്ററിൽ ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ കാണപ്പെടുന്ന പോലെ ഈ കിങ്ക് ഇല്ല. ഓക്കെ, നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഈ കിങ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത് നമ്മൾ നോക്കുമ്പോഴും അതേ ലെവലിൽ തന്നെ മെർക്കുറി നിൽക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ്, ഈ കിങ്കിന്റെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് പ്രിവെന്റ്സ് മെർക്കുറി ലെവൽ ഫ്രം ഫോളിങ് ഇറ്റ്സ് ഓൺ. കണ്ടോ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് കിങ്? ഇറ്റ് പ്രിവെന്റ് മെർക്കുറി ലെവൽ ഫ്രം ഫോളിങ് ഓൺ ഇറ്റ്സ് ഓൺ.
ഓക്കെ. ഇനി നമ്മൾ ഈ ഡിജിറ്റൽ തെർമോമീറ്റർ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ, കൊറോണ ടൈമിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു തോക്ക് പോലെ ഒരു തെർമോമീറ്റർ നമ്മുടെ നെറ്റിയിൽ വെക്കുമ്പോൾ ടെമ്പറേച്ചർ കാണില്ലേ, അങ്ങനെയുള്ള ഡിജിറ്റലായിട്ട് തന്നെ ഈ ഡിജിറ്റലായിട്ട് ഇവിടെ എഴുതി കാണിക്കും എത്ര ടെമ്പറേച്ചർ ശരീരത്ത് ഉണ്ട് എന്ന്. അങ്ങനത്തെ തെർമോമീറ്ററിനെയാണ് നമ്മൾ ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളമായിട്ട് അവൈലബിൾ ആണ് ഇത്. ഇവിടെ മെർക്കുറി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ തെർമോമീറ്ററിനെ കുറിച്ച് പഠിച്ചത്. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവുകയാണ്. അതാണ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്, അതാണ് നമ്മൾ ഇവിടെ ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 3 രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്. ഒന്നാണ് കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ഇനി ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും ഇത് വളരെ അത്യാവശ്യമായതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. അപ്പൊ എന്താണ് കണ്ടക്ഷൻ? ഇപ്പൊ നിങ്ങൾ ഒരു പാന്, ഒരു ഫയർ, അതായത് ഒരു ഗ്യാസ് സ്റ്റൗവിൽ നമ്മളൊരു പാൻ വെച്ചു. എന്നിട്ട് ആ പാനിന്റെ ആ ഒരു പിടിയിൽ പോയി തൊടുമ്പോൾ തന്നെ നമുക്ക് എന്ത് അനുഭവപ്പെടുന്നു? ചൂട് അനുഭവപ്പെടുന്നു അല്ലേ? പക്ഷെ നമ്മൾ ഹീറ്റ് എവിടെയാണ് കൊടുത്തത്? ആ പാത്രത്തിന്റെ, ആ പാനിന്റെ താഴെയാണ് ഹീറ്റ് കൊടുത്തതെങ്കിലും അതിന്റെ നിന്നുള്ള ആ ഒരു പിടിയിൽ തൊട്ടപ്പോൾ തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെട്ടു. അതുപോലെ ഒരു ഹോട്ട് മിൽക്ക് അല്ലെങ്കിൽ ഒരു ഹോട്ട് വാട്ടറിൽ ഒരു സ്പൂൺ ഡിപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആ സ്പൂണിൽ തൊടാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്ത് പറ്റി? ആ ചൂട് ആ ഒരു സ്പൂണിലേക്കും വന്നു. അപ്പോൾ ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ എൻഡ് the process by which the heat is transferred from one hotter end to the colder end of an object is known as conduction. ഓക്കെ. അപ്പോൾ ഹീറ്റ് ഒരു ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു കോൾഡർ ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ടിൽ ബെഞ്ചിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കുക. നിങ്ങളൊരു ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബാക്ക് ബെഞ്ചിലുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പെൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബുക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 3 രീതിയിൽ അത് കൊടുക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു 3 രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനെ കൊടുക്കാം? ആദ്യം തന്നെ നമുക്ക് ബാക്കിലിരിക്കുന്ന തൊട്ടടുത്തടുത്ത ബെഞ്ചിലുള്ള ആളുടെ കയ്യിൽ പാസ് ചെയ്ത് ഏറ്റവും ബാക്കിൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാള്, ഇവിടെ എല്ലാം ഓരോ വ്യക്തികളുണ്ട്. അപ്പോൾ ഏറ്റവും ബാക്കിലിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഈ പെൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എത്തിക്കും അല്ലേ? ഇതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ എക്സാമ്പിൾ മനസ്സിലായോ? അങ്ങനെ അപ്പോൾ ഇവിടെ ഹീറ്റ് ആണെങ്കിൽ ഈ ഹീറ്റ് അടുത്തുള്ള മോളിക്യൂളിൽ ചെന്നു, അടുത്ത മോളിക്യൂളിൽ ചെന്നു, അങ്ങനെ ആ ഏറ്റവും ലാസ്റ്റുള്ള കോൾഡർ ഒബ്ജക്റ്റിൽ എത്തുന്നതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ സാധനങ്ങളും, എല്ലാ സബ്സ്റ്റൻസസും ഹീറ്റിനെ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. ഏതൊക്കെ ഇപ്പോൾ ഒരു തടി അല്ലെ ഒരു പെൻസിൽ, ഈ ഒരു ബീക്കറിൽ ധാരാളം ഈ ഒരു ബീക്കറിൽ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നല്ല ഹൈ ചൂടുവെള്ളം എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയില്, ഒരു പെൻസില്, ഒരു സ്റ്റീലിൻ്റെ സ്പൂണ്, അല്ലെങ്കിൽ ഒരു കോമ്പസ് എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതിൽ തൊട്ടാലാണ് ചൂട് അനുഭവപ്പെടുന്നത്? പ്ലാസ്റ്റിക്കിൽ തൊട്ടാൽ എന്തായാലും ചൂട് അനുഭവപ്പെടില്ല. നമ്മൾ ഈ പെൻസിൽ തടി കൊണ്ടല്ലേ നിർമ്മിച്ചിരിക്കുന്നത്, അതിൽ തൊട്ടാലും വരില്ല. എന്നാൽ ഈ സ്റ്റീൽ സ്പൂണിലും ഈ കോമ്പസിലും ഒക്കെ തൊട്ടാലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ ചില മെറ്റീരിയൽസിൽ ഹീറ്റ് പാസ് ചെയ്യില്ല. അങ്ങനെയുള്ള ആ പാസ് ചെയ്യാത്ത ആ ഒരു മെറ്റീരിയലിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരം സബ്സ്റ്റൻസസിന് പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ. അപ്പൊ പാസ് ചെയ്യുന്നവരെ എന്താണ് പറയുന്നത്? കണ്ടക്ടേഴ്സ്. അപ്പൊ എന്താണ് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും എക്സാമ്പിൾസ് നോക്കാം. The material which allow heat to pass through them easily are called conductors. For example, aluminium, iron, copper. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള ഈ അലൂമിനിയം, അയൺ, കോപ്പർ, ഇതിലൂടെയൊക്കെ നമ്മൾ ഹീറ്റ് നന്നായിട്ട് പാസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റീൽ സ്പൂൺ, അലൂമിനിയം സ്പൂൺ, അല്ലെങ്കിൽ അയൺ ഇതിന് ഇരുമ്പ് കമ്പി തുടങ്ങിയതിലൂടെയൊക്കെ നമുക്ക് ഹീറ്റ്
പാസ് ചെയ്തു പോകുന്നതും നമ്മൾ എന്തെങ്കിലും ഹോട്ട് ഒബ്ജക്റ്റിൽ വെച്ചാൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതും. എന്നാൽ ദ മെറ്റീരിയൽ വിച്ച് ഡു നോട്ട് അലൗ ഹീറ്റ് ടു പാസ് ത്രൂ ദം ഈസിലി ആർ കോൾഡ് പുവർ കണ്ടക്ടേഴ്സ്. ഈ പുവർ കണ്ടക്ടേഴ്സിന് പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ പ്ലാസ്റ്റിക് ആൻഡ് വുഡ്. അപ്പൊ ഈ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടക്ഷനിൽ പഠിക്കുന്നത്. അപ്പൊ കണ്ടക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ലാസ്റ്റ് എൻഡിലേക്ക് ചെല്ലുന്നതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഹീറ്റിനെ കടത്തിവിടുന്നവരെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. എന്നാൽ ഹീറ്റിനെ കടത്തിവിടാത്തവരെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, നമുക്കിനി കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്തതാണ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു ക്ലാസ്സിൽ ഇങ്ങനെ എന്താണ് ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു പെന്നാണെങ്കിൽ അത് കൊടുത്ത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആൾക്ക് കിട്ടിയെന്ന് നമുക്ക് പറഞ്ഞു. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറഞ്ഞത്. എന്നാൽ കൺവെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ബാക്കിലിരിക്കുന്ന ആ ഒരാൾക്ക് നമ്മളൊരു സാധനം കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാതെ നമ്മൾ തന്നെ നേരിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഈ സെറ്റപ്പ് നോക്കൂ. ഒരു ട്രൈപോഡിൽ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. ആ ഫ്ലാസ്കിന്റെ താഴെയായിട്ട് നമ്മൾ ചെറിയ ക്രിസ്റ്റൽ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു പർപ്പിൾ കളറിലെ ഒരു ക്രിസ്റ്റലാണ്. അത് നമ്മൾ ഈ താഴെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഈ മോളിക്യൂൾസ്, ഈ വാട്ടർ മോളിക്യൂൾസും അതുപോലെ ഇവിടെ കളർ മനസ്സിലാവുന്നത് അതിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് കളർ ക്രിസ്റ്റൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടർ മോളിക്യൂളിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ മോളിക്യൂള് ചൂടാകുന്നു അല്ലേ? ഈ ഡയറക്റ്റ് ഹീറ്റിന്റെ അടുത്തുള്ള ഇവര് ചൂടാകുന്നു. എന്നാൽ മുകളിലുള്ളവരോ തണുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ചൂട് നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയായിരുന്നെങ്കിൽ അത് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോവല്ല, പകരം ഇവിടുന്ന് ഹീറ്റ് ആയിട്ടുള്ള ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ ആറ്റംസ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് വരുന്നു. എന്നിട്ട് ഈ സൈഡിലൊക്കെ ഉള്ള തണുത്ത മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. പിന്നീട് ഇത് പിന്നെ ഹീറ്റ് ആവുന്നു, അവരിത് മുകളിൽ കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ മോളിക്യൂളും ഇങ്ങനെ മൂവ് ചെയ്ത് ആ വെള്ളം മുഴുവനും ചൂടാകുന്നു. ഇതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദിസ് പ്രോസസ് കണ്ടിന്യൂസ് till the whole water gets heated. This mode of heat transfer is known as convection. അപ്പോൾ വാട്ടർ ഫ്രം ഇതാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കൺവെക്ഷന് ഒരു എക്സാമ്പിൾ ഉണ്ട്. പ്രധാനമായും ഇങ്ങനെ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്, എന്താണ് സീ ബ്രീസ്, എന്താണ് ലാൻഡ് ബ്രീസ് എന്നുള്ളത്. ഇതൊരു കൺവെക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മുടെ കോസ്റ്റൽ ഏരിയാസ്, ദ പീപ്പിൾ ലിവിംഗ് ഇൻ കോസ്റ്റൽ ഏരിയാസ് എക്സ്പീരിയൻസ് ഇൻട്രസ്റ്റിംഗ് ഫിനോമിനൻ. ഡ്യൂറിംഗ് ദ ഡേ ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ ദ വാട്ടർ. നമുക്ക് ഈ പിക്ചർ നോക്കാം. കണ്ടോ? ഡ്യൂറിങ് ദ ഡേ ടൈമിലാണ്, കണ്ടോ സണ്ണൊക്കെ ഉണ്ട്, ഡേ ടൈമിലാണ്. ഡേ ടൈമിൽ എന്ത് ചെയ്യും? ഇവിടെ ലാൻഡ് പെട്ടെന്ന് തന്നെ ചൂടാകും. എന്നാൽ ഈ വാട്ടർ എന്താണ്? നമ്മുടെ കടല് പെട്ടെന്ന് ചൂടാവില്ല, പയ്യെ ചൂടാകുകയുള്ളൂ. അപ്പോൾ ഈ പെട്ടെന്ന് ചൂടാകുന്ന ഈ ലാൻഡിന്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു എയർ, അല്ലെങ്കിൽ ആ സറൗണ്ടിങ് തൊട്ട് മുകളിലുള്ള എയർ എന്തായിരിക്കും? ഹോട്ടായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു മെഴുകുതിരിയുടെ മുകളിൽ നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തനുഭവപ്പെടുന്നു? ചൂട് അനുഭവപ്പെടുന്നു. കാരണം അതിന്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു എന്താണ്, ആ ആറ്റംസ് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു മെറ്റീരിയൽ എന്താകുന്നു? ചൂടാകും. നമ്മുടെ കൈ ആണെങ്കിൽ നമ്മുടെ കൈ ചൂടാകും. എന്നാൽ വശങ്ങളിലുള്ള കൺവെക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ വശങ്ങളിലുള്ളത് പെട്ടെന്ന് ചൂടാവുന്നില്ല അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഈ ഡേ ടൈമിൽ ഈ കോസ്റ്റൽ ഏരിയാസിലെ നമുക്കറിയാം, നമ്മൾ നല്ല ചൂടുള്ളപ്പോൾ അല്ലെങ്കിൽ ഉച്ച സമയങ്ങളിൽ ബീച്ചിൽ പോകുമ്പോൾ ചെരുപ്പിട്ട് നമുക്ക് മണ്ണിൽ തൊടാൻ പറ്റില്ല അല്ലെ? ഭയങ്കരമായിട്ട് ചൂടായിരിക്കും. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലുള്ള എയറും ചൂടാകുന്നു. അപ്പൊ ചൂടായ മോളിക്കൂൾ എങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്? ചൂടായ മോളിക്കൂള് തണുത്ത ഭാഗത്തോട്ട് പോകുന്നു. എന്നിട്ട് ആ തണുപ്പുള്ള ഭാഗത്തുള്ള എയർ എങ്ങോട്ട് വരും? ചൂടുള്ളിടത്തോട്ട് വരും. അതാണല്ലോ നമ്മൾ കൺവെക്ഷൻ പഠിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു ഹോട്ട് ആയിട്ടുള്ള എയർ എങ്ങോട്ട് പോകുന്നു?
കൂളായിട്ടുള്ള ആ ഒരു നമ്മുടെ കടലിലേക്ക് പോകുന്നു. എന്നിട്ട് കടലിൽ വെള്ളമോ അത് പതുക്കെ ചൂടാകുകയുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ മുകളിലുള്ള എയർ എന്തായിരിക്കും? തണുപ്പായിരിക്കും. അപ്പൊ ആ തണുത്ത എയർ എങ്ങോട്ട് വരും? നമ്മുടെ ലാൻഡിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ ആ കടലിൽ നിന്നുള്ള ആ ഒരു കാറ്റ്, നമ്മുടെ തണുത്ത കാറ്റ് നമ്മുടെ ലാൻഡിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇനി ലാൻഡ് ബ്രീസ് എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ ചൂടായ ലാൻഡ് പെട്ടെന്ന് തന്നെ തണുക്കുന്നു. എന്നാൽ നമ്മുടെ ലാൻഡിൽ വാട്ടർ ആണെങ്കിലോ പയ്യല്ലേ ചൂടായി വന്നത്, അതുകൊണ്ട് അത് തണുക്കാനും താമസമുണ്ട്. അപ്പോൾ ഇവിടെ എവിടാണ് ഹോട്ട്? ഇവിടെ വാട്ടറിന്റെ അവിടെ, അതായത് കടലിലാണ് ഹോട്ട്, അതുപോലെ തന്നെ ലാൻഡിലാണ് കൂള്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ചൂട് തണുപ്പുള്ളിടത്തേക്ക് വരുന്നു, തണുപ്പുള്ള ഭാഗത്ത് എയർ ചൂടുള്ള ഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹോട്ട് ആയിട്ടുള്ള കടലിലുള്ള ആ ഒരു ഹോട്ട് ആയിട്ടുള്ള എയർ നമ്മുടെ ലാൻഡിലേക്ക് എത്തുന്നു. ഓക്കെ. എന്നിട്ട് ലാൻഡിലുള്ള ആ ഒരു തണുത്ത എയർ നേരെ എങ്ങോട്ട് പോകുന്നു? കടലിലേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ദ കൂൾ എയർ ഫ്രം ദ ലാൻഡ് മൂവ് ടുവാർഡ്സ് ദ സീ. ദിസ് ഈസ് കോൾഡ് എ ലാൻഡ് ബ്രീസ്. അപ്പോൾ പകൽ എന്താണ്? സീ ബ്രീസ് ആണ് ഉള്ളത്. ദ വാം എയർ from the land move towards the sea to complete the cycle. The air from the sea is called സീ ബ്രീസ്. ഈ സീ ബ്രീസ് കിട്ടാൻ വേണ്ടിയാണ് കോസ്റ്റൽ ഏരിയാസിലുള്ള വീടുകളിലൊക്കെ അതിൻ്റെ ജനലുകളൊക്കെ നേരെ ഇങ്ങനെ കടലിന് നേരെ വെച്ചിരിക്കുന്നത്. കാരണം അവിടത്തെയുള്ള നല്ല തണുത്ത കാറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തതാണ് റേഡിയേഷൻ. എന്താണ് റേഡിയേഷൻ? ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ റേഡിയേഷൻ ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ട്രാൻസ്ഫർ ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് കൊടുത്തു, അടുത്ത ആളുടെ കൊടുത്ത് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. ഫ്രണ്ടിലിരിക്കുന്ന ആൾ ബാക്കിലേക്ക് ഇങ്ങനെ കൊടുക്കും, നമ്മൾ അതിനെ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു. എന്നാൽ ഫ്രണ്ടിലിരിക്കുന്ന ആള് നേരെ നടന്നു പോയി ബാക്കിലിരിക്കുന്ന ആൾക്ക് ആ ഒരു പേന കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിനെ കൺവെക്ഷൻ എന്ന് പറഞ്ഞു. എന്നാൽ റേഡിയേഷൻ ആണെങ്കിൽ ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഒരു സാധനം കൊടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് മീഡിയ ഒന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നു. അതായത് നമ്മുടെ സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ ആരിലെ കയ്യിൽ നിന്നും കൊടുത്ത് ഇങ്ങനെ നമ്മുടെ അടുത്ത് വരുമല്ലോ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സണ്ണിൽ നിന്ന് ആ റേഡിയേഷൻ നമ്മളിലേക്ക് എത്തുകയാണ്. ഇതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് വെദർ എ മീഡിയം ഈസ് പ്രസന്റ് ഓർ നോട്ട്. അവിടെ മീഡിയം പ്രസന്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ മീഡിയം പ്രസന്റ് അല്ലായിരിക്കാം, എന്നാലും റേഡിയേഷൻ നടക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചൂട് പാല്, നല്ല തിളപ്പിച്ച് ചൂട് പാല്, ആ സമയത്ത് നമ്മളത് ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തണുത്തിരിക്കുന്ന കാണാം. എന്തുകൊണ്ടാണ്? ഈ ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്ന്, ഈ ചൂട് പാലിൽ നിന്ന് ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നു? റേഡിയേറ്റ് ചെയ്തല്ലേ പുറത്തോട്ട് സറൗണ്ടിങ്ങിലേക്ക് അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ പാലെന്തായി? തണുത്തു പോയി. അപ്പൊ എല്ലാ ഹോട്ട് ബോഡീസും എന്ത് ചെയ്യും? ഹീറ്റിനെ റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഒരു ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ when this heat falls on some object, a part of it is reflected. അതിനകത്ത് ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകാം, ഒരു പാർട്ട് അബ്സോർബ് ചെയ്യുന്നു, ആൻഡ് അതർ പാർട്ട് മേ ബി ട്രാൻസ്മിറ്റഡ്. അങ്ങനെ ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്തും പോകാം. The temperature of the object increases due to the absorbed part of the heat. അല്ലെ, നമ്മൾ എത്രമാത്രം ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ടെമ്പറേച്ചർ എത്രമാത്രം ഇൻക്രീസ് ചെയ്തു എന്ന് അറിയുന്നത്. ഇപ്പം നമ്മൾ ഒരു കുട പിടിച്ച് പോവാണ് അല്ലെ, നല്ല വെയിലത്ത് നമ്മൾ കുട പിടിക്കാതെ പോയാൽ ആ സൺറൈസ് ഡയറക്റ്റ് നമ്മുടെ ദേഹത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ, ചൂട് എടുക്കും അല്ലെ. അപ്പോൾ ഒരു കുട പിടിക്കുമ്പോൾ അതിനൊരു ചെറിയൊരു ആ ഒരു ഹീറ്റ് എങ്ങോട്ട് വരുന്നു? ഈ കുടയിലേക്ക് വരുന്നു, നമ്മളിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നല്ല വെയിലുള്ള സമയത്ത് അമ്പറിലേക്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്
കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് വി വെയർ ഇൻ സമ്മർ ആൻഡ് വിൻ്റർ. ഇൻ സമ്മറിൽ നമുക്കറിയാം നല്ല ചൂടുള്ള സമയമാണ് സമ്മറിൽ. ഈ നല്ല ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നല്ല വെയിലൊക്കെ ഉള്ള നല്ലൊരു ആ ഒരു ടൈമിൽ നമ്മൾ ഡാർക്ക് കളറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നല്ല ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും അല്ലേ? അതേസമയം ലൈറ്റ് കളർ ക്ലോത്ത്സ് ഇട്ടാലോ ചൂട് കുറവായിട്ട് തോന്നും. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഡാർക്ക് കളറ് കൂടുതലും നമ്മുടെ സൺ റേസിനെ അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ലൈറ്റ് കളർ ഡ്രസ്സ് ആണെങ്കിൽ അത് ഈ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഹോട്ട് ബോഡീസും ഹീറ്റിനെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വന്ന് പതിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, ഇതിനെ അബ്സോർബ് ചെയ്യാം, ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഡാർക്ക് കളർ ആണെങ്കിൽ അത് കൂടുതലും അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ ഹീറ്റിനെ കൂടുതൽ അബ്സോർബ് ചെയ്താൽ ആ ഡാർക്ക് കളർ ക്ലോത്ത്സ് ഇട്ടാൽ നമുക്ക് നന്നായിട്ട് ചൂടെടുക്കും അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 2 പാത്രങ്ങൾ ഇരിക്കുന്ന കണ്ടോ? ഇതിൽ ഒന്ന് വളരെ ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ പെയിന്റ് അടിച്ചതാണ്, എന്നാൽ മറ്റേത് വൈറ്റ് കളറിലെ ലൈറ്റ് കളറാണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് രണ്ടിലും ഒരേ എമൗണ്ട് വാട്ടർ എടുത്തിട്ട് നമ്മൾ നല്ല ചൂടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുകയാണ്, അല്ലെങ്കിൽ സൺറൈസ് നന്നായിട്ട് വരുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏത് വാട്ടറാണ് പെട്ടെന്ന് ഹോട്ടായിട്ട് മാറിയത്? ഏതായിരിക്കും? നമ്മൾ ഡാർക്ക് കളറായിട്ട് ഉള്ള ആ പാത്രത്തിലെ വെള്ളത്തിലാണ് പെട്ടെന്ന് ചൂട് പിടിച്ചത്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള വാട്ടറും പെട്ടെന്ന് തന്നെ ഹീറ്റായിട്ട് മാറുന്നു. അതേസമയം ഈ ലൈറ്റ് കളറിലോ അവിടെ വരുന്ന ഹീറ്റ് ഇവിടെ വന്നിട്ട് അബ്സോർബ് ചെയ്യുന്നതിലും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള വെള്ളം പയ്യെ മാത്രമേ ചൂടാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മൾ എന്തുകൊണ്ടാണ് ഡാർക്ക് കളർ ക്ലോത്ത്സ് വിൻ്ററിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമ്മറിൽ എന്തുകൊണ്ടാണ് ലൈറ്റ് കളർ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഡാർക്ക് സർഫസ് അബ്സോർബ് മോർ ഹീറ്റ് ആൻഡ് therefore we feel comfortable with the dark color clothes in winter, and light colored clothes reflect most of the heat that falls on them, and therefore we feel more comfortable wearing in the summer. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ കിടക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൂളൻ ക്ലോത്ത്സ് കീപ്പ് us warm in winter. എന്തുകൊണ്ടാണ് വൂളൻ ക്ലോത്ത്സ് നമ്മുടെ നമുക്ക് ചൂട് തരുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ ഞാൻ പറയാം. വിൻ്ററിൽ നമ്മൾ വൂളൻ ക്ലോത്ത്സ് ധരിക്കാൻ കാരണം വൂൾ എന്ന് പറയുന്നത് ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിനെ അധികം കടത്തി വിടാത്ത ഒരു മെറ്റീരിയൽ ആണ് വൂൾ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ എയർ, നമുക്കറിയാം വൂളിൽ ധാരാളം ഇങ്ങനെ വൂൾ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ എയർ ട്രാപ്പ് ചെയ്തിരിക്കും. ഓക്കെ, വൂളിൻ്റെ ഈ ഫൈബേഴ്സിൻ്റെ ഇടയ്ക്ക് എയർ ട്രാപ്പ് ചെയ്തിരിക്കും. എയർ എന്ന് പറയുന്നത് പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഈ എയർ പ്രിവെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം അവർ ബോഡി ടു ദ കോൾഡ് സറൗണ്ടിങ്. അപ്പോൾ ഈ എയർ എന്ത് ചെയ്യും? ഈ ഒരു ഹീറ്റിനെ പ്രിവെൻറ്റ് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് എന്ത് വാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സ് വിൻ്ററിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ബ്ലാങ്കറ്റ് ഒക്കെ ഇടുന്നത്. ബ്ലാങ്കറ്റ് ഒക്കെ വളരെ വൂള് കൊണ്ടുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇത് നമ്മളിലേക്ക് ആ തണുപ്പ് വരാതെ അതിനിടയിലുള്ള ആ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയർ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഒരു ടച്ച് കൊണ്ട് നമുക്ക് ഹോട്ട്നെസ്സും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ ടെമ്പറേച്ചറാണ്, ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ നോക്കാനുള്ള ഡിവൈസ് ആണ് തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണ്? അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ എന്താണ്? ലബോറട്ടറി തെർമോമീറ്റർ, അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലാത്ത ഒബ്ജക്റ്റുകളുടെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിൻ്റെ റേഞ്ച് -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെന്താണ് പഠിച്ചത്? നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 മെത്തേഡുകളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻ സോളിഡ്സ് ജനറലി ഹീറ്റ് ഈസ്
ഈസ് ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ. സോളിഡ് ആണെങ്കിൽ സോളിഡ്സിൽ എന്ത് ചെയ്യുന്നു? കണ്ടക്ഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലിക്വിഡ്സിലും ഗ്യാസസിലും കൺവെക്ഷൻ വഴിയാണ്. എന്നാൽ റേഡിയേഷന് മീഡിയം ഒന്നും തന്നെ വേണ്ട. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇനി ദ മെറ്റീരിയൽ വിച്ച് അലോ ഹീറ്റ് പാസ് ത്രൂ ദം ഈസിലി ആർ കണ്ടക്ടേഴ്സ്. അപ്പം ഹീറ്റിനെ കടത്തി വിടുന്നവരെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നും ഹീറ്റിനെ കടത്തി വിടാത്തവരെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നും പറയപ്പെടുന്നു. ഡാർക്ക് കളർ ഒബ്ജക്റ്റ് ആണെങ്കിൽ മോർ ഹീറ്റിനെ കൂടുതലായിട്ടും അബ്സോർബ് ചെയ്യുന്നു. ലൈറ്റ് കളർ ആണെങ്കിൽ ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കളർ ക്ലോത്ത്സ് സമ്മറിൽ യൂസ് ചെയ്യുന്നത്. വൂളൻ ക്ലോത്ത്സുകൾ നമുക്ക് വാം തരുന്നു. അത് ഡ്യൂറിങ് വിന്റർ സീസണിൽ. അതുകൊണ്ടാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സുകൾ ഇടുന്നത്. വൂൾ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇറ്റ് ഈസ് എയർ ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ഫൈബർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്